അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇൻഡിക്കേറ്റർ എന്താന്ന് പറഞ്ഞു, അതിന് എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ. എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു pH റേഞ്ച് ഉണ്ട്. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH 1 to 3, 4 to 5, 4 to 6 ഒരു റേഞ്ചാണ്, ഒരു സിംഗിൾ വാല്യൂ അല്ല അല്ലേ. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു pH റേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് pH റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ റേഞ്ചിലായിരിക്കും ഇൻഡിക്കേറ്റർ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക കേട്ടോ. ഈ റേഞ്ചിലായിരിക്കും എന്ത് ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു pH റേഞ്ച് ഉണ്ട്. ആ pH റേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ റേഞ്ചിലായിരിക്കും ഇൻഡിക്കേറ്റർ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പൊ pH റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ pH റേഞ്ച് അറ്റ് ടു വിച്ച് ദ ഇൻഡിക്കേറ്റർ ചേഞ്ചസ് ഇറ്റ്സ് കളർ ഈസ് കോൾഡ് pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ. ദ pH റേഞ്ച് അറ്റ് വിച്ച് ദ ഇൻഡിക്കേറ്റർ ചേഞ്ച് ഇറ്റ്സ് കളർ. എല്ലാ ഇൻഡിക്കേറ്ററും ഓരോ ഇൻഡിക്കേറ്ററും എന്ത് ചെയ്യും? അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. ഓരോ ഇൻഡിക്കേറ്ററും എന്ത് ചെയ്യും? അതിന്റെ കളർ ചേഞ്ച് ചെയ്യും. എപ്പോഴാണ്? ഒരു pH റേഞ്ചിലായിരിക്കും ഇൻഡിക്കേറ്റർ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുക. ആ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ. ഓരോ ഇൻഡിക്കേറ്ററും എന്ത് ചെയ്യും? കളർ ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഫിനോഫ്തലിന് പിങ്ക് കളർ ഉണ്ട്, അതേപോലെ കളർലെസ് ഉണ്ട്. അത് ചേഞ്ച് ചെയ്യുന്ന ഒരു pH, അത് ചേഞ്ച്, ഈ കളർ പിങ്ക് നിന്ന് കളർലെസ് ആയി മാറുന്നത് ഒരു pH റേഞ്ചിലാണ്. ആ pH റേഞ്ചിനെ വിളിക്കുന്ന പേരാണെന്ന് pH റേഞ്ച് ഓഫ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ ഇൻഡിക്കേറ്ററും അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു pH റേഞ്ച് ഉണ്ട്. എല്ലാ ഇൻഡിക്കേറ്ററും അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു pH റേഞ്ച് ഉണ്ട്. ഈ pH റേഞ്ചിനെയാണ് എന്താ വിളിക്കുന്നത്? pH റേഞ്ച് ഓഫ് എൻ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചില ഇൻഡിക്കേറ്ററിന്റെ pH റേഞ്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നെയിം ഓഫ് ഇൻഡിക്കേറ്റർ, ഒന്നാമത്തെ കോളത്തിൽ, രണ്ടാമത്തത് pH റേഞ്ച്. ഫസ്റ്റ് നമുക്ക് ഫിനോഫ്തലിൻ നോക്കാം. അതിന്റെ pH റേഞ്ച് 8.1 to 10 എന്നാണ് പറയുന്നത്. 8.1 to 10. അപ്പൊ ഈ റേഞ്ചിലായിരിക്കും ഇൻഡിക്കേറ്റർ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഈ റേഞ്ചിലായിരിക്കും ഫിനോഫ്തലിൻ അതിന്റെ കളർ ചേഞ്ച് ചെയ്യുക. ഇനി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. When pH is 8.1 and below 8.1, ഇവിടെ 8.1 അല്ലേ, 8.1 അതിന്റെ താഴെയോ ആണെങ്കിൽ ഇറ്റ് ഈസ് കളർലെസ്. pH ഒരു സൊല്യൂഷനിൽ, നമ്മളൊരു സൊല്യൂഷനിലോട്ട് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്യുമ്പം ആ സൊല്യൂഷന്റെ pH 8.1 അതിന്റെ താഴെയോ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫിനോഫ്തലിന്റെ കളർ ആ സൊല്യൂഷനിൽ എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. കളർലെസ്. ആൻഡ് when pH is 10 and above 10, when pH is 10 and above 10, 10 അതിന്റെ മുകളിലോ ആണെങ്കിൽ, ഇറ്റ് ഈസ് പിങ്ക് കളർ കേട്ടോ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷന്റെ pH 10 അതിന്റെ മുകളിലോ ആണെങ്കിൽ അതിനെന്ത് കളറിലായിരിക്കും? പിങ്ക് കളറായിരിക്കും കേട്ടോ. അപ്പൊ ഫിനോഫ്തലിന്റെ pH റേഞ്ച് എന്താണ്? 8.1 to 10 ആണ്. ഈ റേഞ്ചിലായിരിക്കും ഫിനോഫ്തലിൻ കളർ ചേഞ്ച് ചെയ്യുക. ഇനി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? 8.1 അതിന്റെ താഴെയോ ആണെങ്കിൽ കളർലെസ് ആയിരിക്കും, 10 അതിന്റെ മുകളിലോ ആണെങ്കിൽ പിങ്ക് കളറായിരിക്കും. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ തന്നത്. അപ്പൊ ഈ റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ റേഞ്ചിലാണ് ഫിനോഫ്തലിൻ കളർ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി 8.1ന്റെയും 10ന്റെയും ഇടയിൽ ഇത് എന്ത് കളറായിരിക്കും? ഒരു ഇന്റർമീഡിയറ്റ് കളറായിരിക്കും. പിങ്കും അല്ല, കളർലെസ്സും അല്ല. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ബുദ്ധിമുട്ടായതുകൊണ്ട് ആ റേഞ്ച് നമ്മൾ അതിന്റെ ഇടയിലുള്ള വാല്യൂ നമ്മൾ നോക്കാറില്ല.
8.1ന്റെയും 1ന്റെയും 8.1ന്റെയും 10ന്റെയും ഇടയിലുള്ള അതിന്റെ കളർ നമ്മൾ നോക്കാറില്ല കേട്ടോ. ഓക്കെ, ഇതേപോലെ മീഥൈൽ ഓറഞ്ചിന്റെ 3.1 to 4.4 ആണ്. ഈ റേഞ്ചിലാണ്, അതായത് മീഥൈൽ ഓറഞ്ച് കളർ ചേഞ്ച് ചെയ്യുന്നത് ഈ റേഞ്ചിലാണ്. ഈ റേഞ്ചിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. when pH is 3.1 and below 3.1, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ചെറിയ വാല്യൂ. അപ്പൊ 3.1ഉം അതിന്റെ താഴെയുമാണെങ്കിൽ ഇതിന് റെഡിഷ് ഓറഞ്ച് ആണ് ഉണ്ടാവുക. and when pH is 4.4 and above 4.4 it is golden yellow കളർ ആണ്. അപ്പൊ മീഥൈൽ ഓറഞ്ചിന്റെ pH കളർ ചേഞ്ച് ചെയ്യുന്ന pH റേഞ്ച് ആണ് ഇത്. ഓക്കെ, ഇതാണ് pH റേഞ്ച് ഓഫ് മീഥൈൽ ഓറഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ 3.1ഉം അതിന്റെ താഴെയുമാണെങ്കിൽ റെഡിഷ് ഓറഞ്ച് ആണ് മീഥൈൽ ഓറഞ്ചിന് ഉണ്ടാവുക. 4.4ഉം അതിന്റെ മുകളിലുമാണെങ്കിൽ അതിന് ഗോൾഡൻ യെല്ലോ ആണ് ഉണ്ടാവുക. അതിന്റെ ഇടയിലുള്ള വാല്യൂ കളർ നമ്മൾ നോക്കാറില്ല. ഓക്കെ, അപ്പൊ ഈ റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പൊ നമ്മളൊരു സൊല്യൂഷന്റെ pH ഇങ്ങനെ മാറ്റാണ്. നമ്മുടെ ഒരു സൊല്യൂഷനിൽ ഇപ്പൊ നമ്മളൊരു ബീക്കറിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്കറിയാം, സോഡിയം ഹൈഡ്രോക്സൈഡ് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ pH 14 or 13 ആയിരിക്കും. 14 or 13 ആയിരിക്കും. അപ്പൊ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളറായിരിക്കും ഉണ്ടാവുക? പിങ്ക് കളറായിരിക്കും. 10 അതിന്റെ മുകളിലാണെങ്കിൽ പിങ്ക് എന്നാണ് പറഞ്ഞത്. ഇനി ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ pH നമ്മൾ ഇങ്ങനെ കുറക്കുമ്പോൾ 8.1 അതിന്റെ താഴെയോ ആണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? ഫിനോഫ്തലിന്റെ കളർലെസ് ആയി മാറും. അതായത് pH ഇങ്ങനെ മാറുമ്പോൾ എന്ത് ചെയ്യും? ഇൻഡിക്കേറ്ററിന്റെ കളർ മാറും. ഓക്കെ, ഇതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ്. നമ്മൾ വോളിയോമെട്രിക് അനാലിസിസ് എന്താന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വോളിയം കണ്ടുപിടിച്ച് ഒരു ഗിവൺ സൊല്യൂഷനിൽ എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. വോളിയം കണ്ടുപിടിച്ച്, അതാണ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. അത് നോർമാലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം, മൊളാരിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നോർമാലിറ്റി ഉപയോഗിക്കുമ്പോൾ ഈ വോളിയോമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നോർമാലിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്യാം. മൊളാരിറ്റി ഉപയോഗിച്ചിട്ട് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പൊ നോർമാലിറ്റി ഉപയോഗിക്കുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് at the end point the total number of equivalents of an acid is equal to total number of equivalents of a base. ഇപ്പൊ നമ്മൾ ടൈട്രേഷൻ ചെയ്യുമ്പോൾ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എന്താണ് എടുക്കുക? ബേസ് ആണ് എടുക്കുക കേട്ടോ. എത്ര ml നമ്മൾ എടുക്കുക? 20 ml. ഈ 20 ml സൊല്യൂഷൻ ഒരു നോർമാലിറ്റി ഉണ്ടാവൂലേ? അതിനൊരു വോളിയം ഉണ്ടാവൂലേ? ഉണ്ടാവും. ഇനി നോർമാലിറ്റി ഇൻറ്റു വോളിയം മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് ടേക്കൺ ഇൻ ദി കോണിക്കൽ ഫ്ലാസ്ക് അല്ലേ? 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കും. അതാണ് വോളിയം ഓഫ് ദി സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അതിനൊരു നോർമാലിറ്റി ഉണ്ടാവൂലേ? നോർമാലിറ്റിനെ വോളിയം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഡൈല്യൂഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുക? അതിൽ കുറച്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? HCl ഉപയോഗിച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ HCl ബ്യൂറത്തിന് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യും കേട്ടോ. എത്ര ആഡ് ചെയ്യണം നമ്മൾ? അല്ലെ, നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കോണിക്കൽ ഫ്ലാസ്ക് 20 ml എടുത്തില്ലേ? അതിൽ ഫിനോഫ്തലി ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ HCl ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈമിൽ
ഫിനോഫ്തലിൻ എന്തായി മാറും? കളർലെസ് ആയി മാറും. അത് എപ്പോഴാണ് മാറുക? എൻ പോയിന്റിലാണ് മാറുക. അതായത് കോണിക്കൽ ഫ്ലാസ്കിൽ ന്യൂട്രലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് കോണിക്കൽ ഫ്ലാസ്കിലെ NaOH HCl-മായി കംപ്ലീറ്റ് ആയി റിയാക്ട് ചെയ്തു. അതായത് ഇനി ബാക്കി NaOH കോണിക്കൽ ഫ്ലാസ്കിൽ ഇല്ല. അപ്പോഴാണ് ഫിനോഫ്തലിൻ കളർ മാറിയത്, കളർലെസ് ആയി മാറിയത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്ത NaOH-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും ബ്യൂററ്റിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത HCl ഒരു വോളിയല്ലേ, അതേപോലെ അതിനൊരു നോർമാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ HCl ആഡ് ചെയ്ത HCl-ന്റെ നോർമാലിറ്റിയും വോളിയവും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത HCl-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. അപ്പൊ കോണിക്കൽ ഫ്ലാസ്കിലുള്ള NaOH-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്ത HCl-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസും ഈക്വൽ ആയിരിക്കും. അതാണ് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കും, അത് 1 ഈക്വലന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ HCl നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യും. ആഡ് ചെയ്യുന്ന HCl ഒരു വോളിയം ഉണ്ടാവുമല്ലോ, അതേപോലെ അതിനൊരു നോർമാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യും. എത്ര ആഡ് ചെയ്യണം? കോണിക്കൽ ഫ്ലാസ്കിൽ എത്ര ഈക്വലന്റ് ഉണ്ടോ അത്രയും ഈക്വലന്റ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. കാരണം 1 ഈക്വലന്റ് ഓൾവേസ് റിയാക്ട് വിത്ത് 1 ഈക്വലന്റ്. 1 ഈക്വലന്റ് NaOH എപ്പോഴും റിയാക്ട് ചെയ്യുക 1 ഈക്വലന്റ് HCl-ഉമായിട്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ HCl ഇങ്ങനെ ഒഴിക്കും. അപ്പൊ അതിനൊരു നോർമാലിറ്റി ഉണ്ടാവും, ഒരു വോളിയം ഉണ്ടാവും. ആദ്യം നമ്മൾ 1 ml ഒഴിക്കും, പിന്നെ 2 ml ഒഴിക്കും. അപ്പം നോർമാലിറ്റിന്റെ വോളിയം ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റ് ഓഫ് HCl ഉണ്ടാവും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഫിനോഫ്തലിൻ കളർലെസ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? കോണിക്കൽ ഫ്ലാസ്കിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് കോണിക്കൽ ഫ്ലാസ്കിലുള്ള എടുത്തിട്ടുള്ള NaOH-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന HCl-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ഈക്വൽ ആവും. ആ ഈക്വൽ ആവുമ്പോൾ എപ്പോഴാണ് ഈക്വലന്റ് ആവുക? ആ രണ്ട് ഈക്വൽ ആകുമ്പോൾ അതാണ് എൻഡ് പോയിന്റ് കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞത്. അറ്റ് ദി എൻഡ് പോയിന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് an acid ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ദ ബേസ്. അതാണ് വോളിയോമെട്രിക് അനാലിസിസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഈക്വലന്റ് തുല്യമാവുക, അതാണ് കേട്ടോ. അപ്പൊ കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ കുറച്ച് ബേസ് എടുക്കും, അത് 1 ഈക്വലന്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 ഈക്വലന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ HCl നമ്മൾ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കും. എത്ര വരെ ഒഴിക്കണം? കോണിക്കൽ ഫ്ലാസ്കിൽ 10 ഈക്വലന്റ് ആണുള്ളത്. അപ്പൊ 10 ഈക്വലന്റ് HCl ഒഴിക്കും. അപ്പൊ 10 ഈക്വലന്റ് HCl ഒഴിച്ചു കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് ആയി. ഓക്കെ. അപ്പൊ രണ്ട് ആസിഡിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ബേസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ഈക്വൽ ആവുക. അത് എപ്പോഴാണ് ആവുക? എൻഡ് പോയിന്റ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഡൈല്യൂഷൻ ഇക്വേഷൻ പഠിച്ചില്ല, അതേപോലെ തന്നെ N1V1 equal to N2V2. N1V1 equal to N2V2. N1V നോർമാലിറ്റിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടും. നോർമാലിറ്റിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ആസിഡിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റ് കിട്ടണമെങ്കിൽ അതിന്റെ നോർമാലിറ്റിനെ അതിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബേസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് കിട്ടണമെങ്കിൽ അതിന്റെ നോർമാലിറ്റിനെ അതിന്റെ വോളിയം കൊണ്ട് ഈക്വൽ ചെയ്യാം. അപ്പൊ എൻഡ് പോയിന്റിൽ എന്ത് ചെയ്യും? രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് ഈക്വൽ സൈൻ ഇവിടെ ഇട്ടേ. അപ്പം കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്ത NaOH-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ബ്യൂററ്റിൽ നിന്ന് ആഡ് ചെയ്ത HCl-ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലന്റും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഈക്വൽ ടു സൈൻ ഇടാം കേട്ടോ. ഇനി N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കേട്ടോ. N1 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ആസിഡ് സൊല്യൂഷൻ, അത് ആസിഡോ ബേസോ നിങ്ങൾക്ക് എടുക്കാം. V1 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആസിഡ് സൊല്യൂഷൻ. N1 ആസിഡ് ആണെങ്കിൽ V1 ആസിഡ് ആയിരിക്കും. ഓക്കെ. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ബേസ് ഓർ ആൽക്കലി സൊല്യൂഷൻ. ബേസ് നമ്മൾ ആൽക്കലി എന്നും പറയും. V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ബേസ് ഓർ ആൽക്കലി സൊല്യൂഷൻ. ഓക്കെ. ഇനി N1 V1 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് എൻ ആസിഡ് സൊല്യൂഷൻ. N2 V2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് എ ബേസ് ഓർ ആൽക്കലി സൊല്യൂഷൻ. N1 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി മാത്രം, V1 എന്ന് പറഞ്ഞാൽ വോളിയം മാത്രം. പക്ഷെ N1 V1 ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് ആസിഡ് കിട്ടും. N2 V2 പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഇക്വലന്റ് ഓഫ് ബേസ് കിട്ടും.
ബാക്കി നമുക്ക് അടുത്ത വീഡിയോ